ഒരു സ്ക്വയറാണ്. ആ സ്ക്വയറിന് ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൊടുത്തു. ഇവിടെ 3ഉം ഇവിടെ 4ഉം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുള്ള ചോദ്യം, ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? ആൻസർ 7 ആണ്. പല കുട്ടികളും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നോക്കാം. ഇവിടെ ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശം അതിൻ്റെ കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. നീളം കൂടിയ വശം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സംഭവം ഇത് ബേസും ഇത് ആൾട്ടിറ്റ്യൂഡാണ്. പാദം ഇത് ലംബം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. മട്ടത്രികോണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ വശങ്ങളുടെ ബന്ധം നിങ്ങൾക്കറിയാം. ആ ബന്ധത്തിനനുസരിച്ച് വരുമ്പോൾ ഏറ്റവും നീളം കൂടിയ വശം ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെയുള്ള എക്സ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ലംബമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 മൈനസ് 9 ആണ്. 16 മൈനസ് 9 എത്രയാണ്? 7. അപ്പോൾ റൂട്ട് 7 ആണ് ഈ ഒരു സൈഡ്. റൂട്ട് 7 ആണ് കിട്ടുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഈ സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ്. ഏരിയ നിങ്ങൾക്കറിയാം, സൈഡ് ഇൻറ്റു സൈഡാണ്. അതായത് വശം ഇൻറ്റു വശം. റൂട്ട് 7നെ റൂട്ട് 7 കൊണ്ട് ഗുണിച്ചാൽ 7 തന്നെയാണെന്ന് മനസ്സിലാക്കുക. കാരണം റൂട്ട് 4നെ റൂട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ 4 തന്നെയാണെന്ന് മനസ്സിലാക്കുക. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. റൂട്ട് 9നെ റൂട്ട് 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ധ്യാനം? 9 തന്നെയാണെന്ന് മനസ്സിലാക്കുക. കാരണം റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3, പിന്നെ 3 ഇൻറ്റു 3 9 ആണ്. അപ്പോൾ ഇവിടെ ഈ കാര്യം ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയണമെങ്കിൽ കുട്ടികൾക്ക് ആവശ്യപ്പെടാം. ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയാം കുട്ടികൾക്ക്, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. മൈക്ക് ഓൺ ആണ്. അങ്ങനെയല്ല, ഇവിടെ നമുക്ക് അങ്ങനെ വന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം, ഒരു മട്ടത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം പാദം ലംബം എന്നുള്ള, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 തന്നു, ഇവിടെ 4 തന്നു. നിങ്ങളെങ്ങനെയാ ഇവിടത്തേക്ക് 5 കണ്ടെത്തുക? കാരണം 4ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടുന്നു. 16 3 കൂടി കൂട്ടിയാൽ 9 കൂടി കൂട്ടിയാൽ 25 ആണെന്ന് നിങ്ങൾക്കറിയാം. ആ 25ന്റെ സ്ക്വയർ റൂട്ടായ 5 ആയിരിക്കും ഉള്ള ഉത്തരം. അത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു ബന്ധം ഇനി നേരെ തിരിച്ച് നിങ്ങളോട് ഇവിടെയുള്ള 4 ആണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾ എന്താ ചെയ്യുക? 5ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറയ്ക്കുന്നു. 5ന്റെ സ്ക്വയർ 25, 3ന്റെ സ്ക്വയർ 9, 16 കിട്ടുന്നു. ആ 16ന്റെ സ്ക്വയർ റൂട്ടായ 4 ആയിരിക്കും ഇവിടെ വേണ്ടത്. മനസ്സിലായോ? യെസ്. അടുത്തത് വേറൊരു ചിത്രമാണ്. നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ഞാൻ ഓക്കെ അല്ലേ? മൈക്കിപ്പോൾ ഓണാണ്. കുട്ടികൾ ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. മറ്റൊരു ചിത്രത്തിലേക്ക് പോകാം. ഒരു സർക്കിൾ വരയ്ക്കുന്നു. വരച്ചോ എല്ലാവരും? യെസ്. ആ സർക്കിളിന്റെ കേന്ദ്രത്തിലൂടെ നമ്മൾ നേരെ ഒരു വര വരയ്ക്കുന്നു. അതിനെ ക്രോസ് ചെയ്തിട്ട് വേറൊരു വര വരയ്ക്കുന്നു. ആ സർക്കിൾ
നമ്മൾ 4 തുല്യഭാഗമാക്കി എന്നർത്ഥം. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ചിത്രം കാണുന്നുണ്ടോ? ബോർഡിൽ വരച്ചൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? യെസ് യെസ്. ഇനി അടുത്ത എൻ്റെ പ്രശ്നം, ഇവിടുന്ന് ഇവിടം വരെ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി, 3 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി, 4 സെന്റിമീറ്റർ. ഈ സെന്റർ നമ്മൾ O എന്ന് ഒരു പേര് കൊടുത്തു. ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മളൊരു വര വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചു, അത് ഇങ്ങോട്ട് താഴ്ത്തി. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ ഇവിടെ കിട്ടുന്നത് ആംഗിൾ 90 ഡിഗ്രി എന്ന് കാണിക്കാൻ ആ ഒരു ചിഹ്നം കൊടുക്കുന്നു. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടു. ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ് സാർ. ഓക്കെ. 306 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ശരി, പുതുതായിട്ട് ചേർന്ന കുട്ടികളോടൊരു കാര്യം, എല്ലാ ക്ലാസ്സുകളും 44ഓളം ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഈ വർഷത്തിൽ. സംഖ്യകൾ മുതൽ, ഫാക്ടേഴ്സ് മുതൽ, വർഗസംഖ്യകൾ മുതൽ ഇങ്ങോളം സ്ക്വയർ നമ്പേഴ്സ് എല്ലാം നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ലേഡർ USS എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാം. ശരിക്ക് ധ്യാന, ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ ചോദ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഈ സർക്കിളിന്റെ ആരം എത്രയാണ്? സെന്റിമീറ്ററിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ വേണോ ധ്യാന? 5 സെന്റിമീറ്റർ ആണെങ്കിൽ ശരിയാണ്. പക്ഷേ ഓപ്ഷൻ ഇല്ലാണ്ട് ഞാൻ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം നല്ല മിടുക്കന്മാരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മിടുക്കികളായതുകൊണ്ടാണ്. പെട്ടെന്ന് ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരല്ല. അവർക്ക് എന്തായാലും ആ സന്തോഷം അറിയിക്കുന്നു. 5 സെന്റിമീറ്റർ ആണ് ശരി. ധ്യാനക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ ഒരു കാര്യം, ഈ റൈറ്റ് ആംഗിൾ മാത്രം നമ്മൾക്കൊന്ന് പരിഗണിക്കാം. മോളെ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അത് 9 പ്ലസ് 16 ആണ്, 25 ആണ്. ആ 25ന്റെ സ്ക്വയർ റൂട്ടായ 5 ആയിരിക്കുമല്ലോ ഇതുണ്ടാവുക, ശരിയല്ലേ? അത് കിട്ടിയിരുന്നോ ദേവനന്ദ? ഇവിടെ അല്ലേ ഈ 5 കിട്ടിയിരുന്നോ? അത് കിട്ടണം. 4ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 25ന്റെ സ്ക്വയർ റൂട്ടായ 5 ആണ് ഇവിടെയുള്ള ഈ ഹൈപ്പോട്ടന്യൂസ്, അതായത് കർണം. ഇനി ശ്രദ്ധിക്കണ്ട. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഈ 5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാന ചെറിയൊരു ബുദ്ധിയെ നമ്മൾ പ്രയോഗിക്കണ്ടു. ഇതൊരു റെക്ടാങ്കിൾ ആയിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ ആ റെക്ടാങ്കിളിന്റെ ഈ വരച്ചിരിക്കുന്ന വരയുടെ പേര് ഡയഗണൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരു ക്വാഡ്രിലേറ്ററിൽ എത്ര ഡയഗണൽ വരയ്ക്കാൻ പറ്റും? 2 വരയ്ക്കാൻ പറ്റും. ഒന്നിങ്ങോട്ടും ഒന്നിങ്ങനെയും. അപ്പൊ ഇത് 5 ആവുമ്പോൾ ഇത് എത്രയായിരിക്കും മോളെ? 5 തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഈ വശത്തേക്കാണല്ലോ പോയിരിക്കുന്നത്, അല്ലേ? അപ്പൊ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു വശത്തേക്ക് പോകുന്ന നേരെയുള്ള വരയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? റേഡിയസ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ അകലവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അകലവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അകലവും ഒക്കെ സെയിം ആയിരിക്കുമല്ലോ, അല്ലേ?
അപ്പൊ നമ്മുടെ ഇതിന്റെ ഈ വൃത്തത്തിന്റെ റേഡിയസ് എത്രയാണ്? 5. ഒന്ന് പറഞ്ഞോളൂ. ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഫിഗറിന്റെ റേഡിയസ് ഒരു സർക്കിൾ തന്ന് അതിന്റെ റേഡിയസ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിന്റെ ആ സർക്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, വേറൊന്നും തന്നിട്ടില്ല. ആ ട്രയാങ്കിൾ വരച്ചതിന്റെ ആ ഒരു ഗ്യാപ്പിൽ 3 സെന്റിമീറ്റർ ആണെന്നും അതിന്റെ ആൾട്ടിറ്റ്യൂഡ് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാം. സോറി, അതിന്റെ രണ്ടിന്റെയും വെച്ച ഹൈപ്പോട്ടനസ് നമ്മൾ കണ്ടുപിടിക്കണം. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 25 ആണ്. 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പൊ ഹൈപ്പോട്ടനസ് 5 ആണ് നമുക്ക് മനസ്സിലായി. ഹൈപ്പോട്ടനസ് നമ്മൾ അവിടെ വരച്ചപ്പോഴത്തേക്കും അവിടെ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്തു. ആ റെക്ടാങ്കിളിന്റെ ഒരു കോണിൽ നിന്ന് മറ്റു കോണിലേക്കാണ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ഡയഗണൽ ആണ്. അപ്പൊ ഒരു ഡയഗണൽ നമുക്ക് 5 ആണ് കിട്ടി. നമുക്ക് ഒരു റെക്ടാങ്കിളിൽ 2 ഡയഗണൽ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ടാമത് ബാക്കിയുള്ള 2 കോണിൽ നിന്നും പരസ്പരം നമ്മൾ ഒരു ലൈന് വരയ്ക്കുന്നു. അപ്പൊ ആ ഡയഗണലിന്റെ ലെങ്ത്തും 5 തന്നെയായിരിക്കും. ഇപ്പൊ ഈ രണ്ടാമത് നമ്മൾ ഡയഗണൽ വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ അതിന്റെ ലൈൻ ഔട്ട്ലൈനിലേക്കാണ് നമ്മൾ ഈ ലൈന് വരച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് നമുക്ക് കൂട്ടാം. അത് നമുക്ക് ആൻസർ കിട്ടി. ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, മൈക്ക് ഇപ്പോൾ ഓണാണ്. മനസ്സിലാകാത്ത കുട്ടികൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. മലയാളല്ലേ ഈ പറഞ്ഞത്? റേഡിയസിന് ആരം. ഏത് സ്കൂളാ? ഓ, ഇടക്ക് മലയാളം പറയുന്നുണ്ടല്ലോ. ആരം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ചോദ്യം മലയാളത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. ശരി, ഇനി നോക്കാം, മലയാളത്തിൽ പറയാൻ കൂടി ശ്രമിക്കാം. മറ്റൊരു വൃത്തം വരയ്ക്കാം. ഒരു സർക്കിൾ. ആബേൽ ഇന്നുണ്ടോ? ആബേൽ ഇല്ലാത്ത വരച്ചോ? ധ്യാന സർക്കിൾ വരച്ചോ? അതിന്റെ കേന്ദ്രത്തിന് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു വര നമുക്ക് പോകാം, അല്ലേ? ഓക്കെയാണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെയും പോകാം, ഇവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെയും പോകാം. ഈ ഒരു ആംഗിൾ നമുക്ക് 100 ഡിഗ്രി എന്ന് കൊടുക്കാം. ഈ ചിത്രത്തില് O എന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാകുന്നു. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഞാൻ രണ്ടിലും പറയുന്നുണ്ട്, ഒറ്റ പ്രാവശ്യം പറയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം, ഇവിടെ ഞാൻ ഓരോ പേര് കൊടുക്കുകയാണ്. A, P, B എന്ന് പേര് കൊടുത്തു. ഇവിടെ ഈ കാണുന്ന ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾക്ക് ഓപ്ഷൻ വേണം. വേണമെങ്കിൽ വേണമെന്ന് പറയാം, വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമാതിരി ഇവിടെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. വേണം, കാരണം ഇവിടെ എന്തായാലും ഓപ്ഷൻ കുറെ വെറുതെ കിടക്കുന്നുണ്ട്. ഒരു 4 എണ്ണം പോരെ, അല്ലെ 10 എണ്ണം വേണോ? 4 മതി. 2 എണ്ണം ആക്കി ചുരുക്കിയാലോ? വലിയ സന്തോഷമായി പോവാ. അത് വേണ്ട, ഏറ്റവും ചുരുങ്ങിയ 4 ഓപ്ഷൻ കൊടുക്കും നമ്മൾ. 40, 45, 50, 60. ദീസ് ആർ ദ ഓപ്ഷൻസ്. കുട്ടികൾ എത്രയൊക്കെയാണ് ധ്യാന ടൈപ്പ് ചെയ്യുന്നത്? എല്ലാവരും ഇപ്പൊ 50 ആണ് ടൈപ്പ് ചെയ്യുന്നത്. അവരോട് ആ സന്തോഷ വാർത്ത അറിയിക്കൂ ധ്യാന, 50 എന്ന ആൻസർ ശരിയാണ്. നല്ല കുട്ടികളാണ്, എല്ലാം വേഗം ഉത്തരം പറയുന്നുണ്ട്.
അപ്പോൾ 50 കിട്ടിയ കുട്ടി ഇത് എങ്ങനെ കിട്ടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഓൺ അല്ല മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം. എങ്ങനെയാണ് ഇവിടെ 50 കിട്ടിയത് എന്ന് പറയണം. ആ ആരാ? ശൃംഗ. എവിടെയാ ശൃംഗ വീട്? ആ ശരി. ആ നമ്മളെ അടുത്ത് തന്നെയല്ലേ. എത്രയാ മോക്ക് കിട്ടി? മോളാണോ മോനാണോ? മോളാ. ആ എത്രയാ കിട്ടിയ മോളെ? 50. ശരിയാണ്. എങ്ങനെ കിട്ടി? ആരോ മൈക്ക് ഓൺ ചെയ്ത്. ഓ മോളെ പോണെന്ന് തോന്നുന്നില്ലേ? എന്തോ ഒരു പ്രശ്നം പറ്റിയ. ആ ഒന്നുകൂടി പറഞ്ഞോളൂ. ആ മറ്റേത് അതെവിടുന്ന സൗണ്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ ഫോണിൽ അതന്നെ. അതേത് കുട്ടിയാന്ന് ധ്യാന? ആ കുട്ടിയെ റിമൂവ് ചെയ്യൂ. ആദ്യം ആ കുട്ടിയെ മ്യൂട്ട് ചെയ്യുക. എന്നിട്ടും ബഹളം വെക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ധ്യാനക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ധ്യാന. ശരി. അത്തരം കുട്ടികളെ റിമൂവ് ചെയ്ത് കളിയ അശ്രദ്ധമായിട്ട് ക്ലാസ്സിലിരിക്കുന്നവരെ. 100 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് മറ്റേത് എന്ന് പറയുന്നത് ഇതല്ലേ? ഈ സാധനല്ലേ മോളെ? അതിന് നമ്മൾ പറയ ലീനിയർ പെയർ എന്നല്ലേ? ശരി. അപ്പൊ നമുക്ക് ഇനി ഇത് മാത്രം പരിഗണിച്ചാൽ മതി. പിന്നെ എന്നാൽ ഇത് 50 കിട്ടിയ പിന്നെ ഇതെങ്ങനെയാ മോളെ 50 ആകുന്നത്? കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 50 അല്ലാതെ എനിക്കിവിടെ 40 60 എടുത്തൂടെ? അതെന്താ? എനിക്ക് 40 60 എടുക്കാലോ. എന്നാലും 150 കിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ 60 എടുത്തില്ല? അല്ലെങ്കിൽ 40 എടുത്തില്ല? അതാണ് ആ കുട്ടി പറയേണ്ടിയിരുന്നത്. ഈ 2 വശങ്ങളും തുല്യമാണ്. ഒരു ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമാകുമ്പോൾ 2 കോണുകളും ഓട്ടോമാറ്റിക്കായിട്ട് തുല്യമായിക്കോളും. ഇതാ ഇവിടെ നിങ്ങളോട് 20 ആണ് തന്നതെങ്കിൽ ഈ 2 ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, ഈ ഒരു കോണിന്റെ ഓപ്പോസിറ്റ് കാണുന്ന 2 കോണുകളും തുല്യമായിരിക്കും. ഇത് 20 ആകുമ്പോൾ ഇത് 80 വീതമാണ് ഉണ്ടാവുക. 80 160 20 150 റെഡിയാണ്. ഇപ്പൊ 2 വശങ്ങൾ തുല്യമാകുക, ഒരു കോണിന് എതിരെ വരുന്ന കോണ് 2 തുല്യമാവുക. അപ്പൊ അത്തരം കോണുകളാണ് ഐസോസിലസ് ട്രയാങ്കിൾ. അതുകൊണ്ടാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ വശത്തേക്ക് വരച്ചിട്ട് കൊടുത്തത്. അപ്പൊ ഇത് രണ്ടും ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ 50-50 കൊടുക്കാൻ കാരണം. അവിടെ യുപിയിലുള്ള ശൃംഗ എന്ന കുട്ടിക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടോ? അപ്പൊ നമ്മൾ 50 കൊടുക്കാനുള്ള കാരണം അതാണ്. അതേസമയത്ത് മോളിവിടെ അതും കൂടി പറയേണ്ടിയിരുന്നു, ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന സത്യം. മനസ്സിലായോ? ശൃംഗയോട് വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ശൃംഗ ഓക്കെ ആണോ പറയാൻ? ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഈ രൂപത്തിന്റെ പേരെന്താണ്? സ്ക്വയർ ആണെന്നാണ് ഞാൻ പറയുന്നത്. 4 വശം തുല്യമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സ്ക്വയർ ആണ്. മലയാളത്തിൽ എന്ത് പറയും? സമചതുരം. ആ കുട്ടി തന്നെ മറുപടി പറയട്ടെ. സമചതുരം. ഇനി ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാം, കാരണം എനിക്ക് ഈ ബഹളം കേട്ടുകൂടാ. കാരണം നമ്മളുടെ ഫോണ് ഇതിൽ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ധ്യാന ഒരു സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയറിലെ ഈ ലെങ്ത് എടുത്തിട്ട് ഒരു സൈഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇക്വലേറ്റർ ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം എല്ലാം 60 ഡിഗ്രി ഈച്ചാണെന്ന്. 60 ഡിഗ്രി ഇതായിരിക്കും. സ്ക്വയറിന് 90 ആയിരിക്കും. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ടല്ലോ, ആ ആംഗിൾ എത്രയായിരിക്കും?
ധ്യാന മനസ്സിലായില്ല? ആദ്യം ഞാൻ ഈ ചുവപ്പ് വശം കൊണ്ട് വരച്ചത് ഒരു സ്ക്വയർ ആണ്. ഒരു സ്ക്വയറിന്റെ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ശരി, ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എടുത്തിട്ട് ഞാൻ ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വരച്ചു. സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണും എത്രയായിരിക്കും? 60 ഡിഗ്രി. 60 ഡിഗ്രി. ശരി, ഇനി ഈ 60 ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ധ്യാനിയോടുള്ള ചോദ്യം, ഇവിടെ കാണുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രിയാണ്. ശരി, അപ്പൊ ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഒരു സൈഡ് എടുത്തിട്ടാണ് ഞാൻ ഇത് വരച്ചിട്ട് ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയതെങ്കിൽ ഈ രണ്ട് വശങ്ങളും തുല്യമാകും. അപ്പൊ ഈ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ ഇതിന്റെ പേര് മാറി ഐസോസെൽസ് ട്രയാങ്കിൾ ആയി. ഇത് ഈ കാണുന്നത് മാത്രം. അപ്പൊ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ഒരു കോൺ 30 ഡിഗ്രി ആകുമ്പോൾ ഈ ഓരോ കോണും എത്ര വീതം ഉണ്ടാവും? അപ്പൊ നിങ്ങൾ 180 നിന്ന് 30 അങ്ങോട്ട് മൈനസ് ചെയ്യണം. 180 നിന്ന് 30 മൈനസ് ചെയ്താൽ 150. 150ന്റെ നേർ പകുതിയാക്കിയാൽ 75. ഇതും 75, അപ്പുറത്തവും 75 ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഐസോസെൽസ് ട്രയാങ്കിൾ എന്താണെന്നും ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്താണെന്നും നിങ്ങൾക്ക് അറിയാം. ശരി, അടുത്തതിലേക്ക് പോകാം. ഓക്കെയാണ് എല്ലാവരും? എത്ര പേര് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്? ധ്യാന 341. ശരി, ഇതാ വരുന്നു അടുത്ത ചോദ്യം. സ്ക്വയർ റൂട്ട് ഓഫ് 3n ഈസ് ഈക്വൽ ടു 729. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. ആൻസർ വരുന്നുണ്ടോ? ശ്രദ്ധിക്കുക, നാളെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്. പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ട വിവരമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഏത് സമയത്ത് എത്തണമെന്നൊക്കെ. ആ ക്വസ്റ്റ്യനും കഴിഞ്ഞ ദിവസം നടന്ന മോഡൽ ക്വസ്റ്റ്യനും ഇനി വരാനിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യനൊക്കെ ശേഖരിച്ച് വെക്കുക. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ശരി, എത്രയാണ് ഇതിന്റെ ആൻസർ? 12 ആണ്. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കി പറഞ്ഞതാണോ അല്ല സ്വന്തം നിലക്ക് പറഞ്ഞതാണോ? ടൈപ്പ് ചെയ്ത് നോക്കി പറഞ്ഞ. എനിക്ക് തോന്നിക്ക് ആ 12ന്, ആ പറഞ്ഞ 12ന് ചെറിയൊരു ആട്ടമുള്ളതുകൊണ്ട് എനിക്ക് തോന്നിക്ക് 12 എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എനിക്കത്ര ഉറപ്പൊന്നുമില്ല. കുട്ടികൾ ടൈപ്പ് ചെയ്താൽ ഞാൻ ഇതാ പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? എനിക്ക് മനസ്സിലായി. നമുക്ക് ഒരു റൂട്ട് ഒഴിവാക്കാൻ എന്താ മാർഗം അറിയുന്നത്? ഒരു റൂട്ട് നമുക്ക് ഒഴിവാക്കാൻ എന്താ മാർഗം? റൂട്ടിനുള്ളിൽ ആ സംഖ്യ തന്നെ കിട്ടാൻ എന്താ മാർഗം? അതിന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ സമചിഹ്നത്തിന്റെ ഇപ്പുറം സ്ക്വയർ ചെയ്യുമ്പോൾ അപ്പുറത്താൾ വെറുതെ ഇരിക്കില്ല, അയാളെ സ്ക്വയർ ചെയ്യണം. ഇവിടെ എന്താണോ ചെയ്യുന്നത് അവിടെയും ചെയ്തോളൂ. അപ്പൊ ഞാൻ പറയുന്നു, റൂട്ട് 3n ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3n തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ റൂട്ട് 9 ആക്കി മാറ്റാൻ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. റൂട്ട് 9 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 9 നിങ്ങൾക്ക് അറിയാലോ 3 ആണെന്ന്. 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ ഇവിടെ റൂട്ട് ഒഴിവാക്കാൻ എന്താണ് ചെയ്യുക? സ്ക്വയർ ചെയ്ത് എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ അപ്പുറത്താളെ സ്ക്വയർ ചെയ്യുന്നു. അപ്പുറത്താളെ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 3യുടെയും 2യുടെയും ചില പവർ. ഇപ്പോൾ 3^1 is equal to 3, 3^2 is equal to 9, 3^3 is equal to 27, 3^4 is equal to 81, 3^5 എത്രയാണ് ധ്യാന? 3^6. ഇത് ശരിയാണോ? അപ്പൊ 3^6 വരെ പഠിച്ചു വെക്കണം. 2ന്റെ കാര്യത്തിലാണെങ്കിൽ 2^10 വരെയും പഠിക്കണം. 2^1, 2 ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും.
4, 2^3 8, അങ്ങനെ 2^10 ആയ 1024 വരെ പഠിച്ചു. അപ്പൊ 2ന്റെ കാര്യത്തിൽ 2^10 വരെയും 3യുടെ കാര്യത്തിൽ 3^6 വരെയും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നോക്ക് ഇത് റൂട്ട് സ്ക്വയർ ചെയ്തപ്പോൾ 3^n ആയി മാറിയപ്പോൾ ഞാൻ ഈ 729നെ എനിക്ക് 3^6 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ സ്ക്വയർ ചെയ്യണം. 3^n is equal to 3^6 into 2, 6 into 2, 6 into 2, 12. 3യും 3യും വെട്ടി n is equal to 12 ആണ്. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ 12 ഇല്ലേ? മൈക്ക് ഓൺ ചെയ്യുന്നു. നമുക്കൊരു കുട്ടിയെ വിളിക്കാം. ധ്യാന, ആരാണ് മുന്നോട്ട് വരുന്നത് നോക്കുക. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് പറയാം എങ്ങനെ കിട്ടി 12. ആ, ഏത് സ്കൂളാ ദിയ പാർവതി? പാതിരപ്പറ്റ. പറയൂ മകളെ, എന്താണ് സംഭവിച്ചത് ഇവിടെ? സ്ക്വയർ റൂട്ട് ഓഫ് 3n all raised to 2 is equal to 729 സ്ക്വയർ. ഇത് എന്നിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് 729 സ്ക്വയറും തന്നിട്ടില്ല കേട്ടോ. ആദ്യം നമുക്ക് സ്ക്വയറേ തന്നിട്ടില്ല. ആദ്യത്തെ എന്റെ ചോദ്യത്തിൽ അതൊന്നും ഇല്ലായിരുന്നു, ഇല്ലേ ധ്യാന? ആ, സ്ക്വയർ 3^6ന്റെ ഇതായിട്ടാണ് 729 കിട്ടുക. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 3n is equal to 729 കിട്ടും. ഇനി എന്നിന്റെ വാല്യൂ 3^6 all raised to 2 എന്ന് കിട്ടും. അപ്പോ all raised to ചെയ്യുമ്പോ ആ രണ്ട് കൃത്യങ്ങളെയും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോ 6 into 2 is equal to 12. അങ്ങനെ 3^12 നമുക്ക് ലഭിക്കുന്നു. ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ട്. ഈ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോകേണ്ട സമയം. പെട്ടെന്നൊരു ചോദ്യം, പെട്ടെന്ന് ഉത്തരം പറയണം. 243 all raised to 2/5 എത്ര? എത്രയാ? അറിയാവുന്നവർക്ക് പറയാം. ഓപ്ഷൻ തരാം. വേണം? ആരാ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ച ആള്? ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ച ആളെ പേരെന്താ? പേര് പറയാതെ ഞാൻ ഓപ്ഷൻ തരില്ല. പേര് പറയും. എന്നാ വേണ്ട, ഓപ്ഷൻ വേണോ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് പറയും. ധ്യാന, നമുക്ക് ഓപ്ഷൻ കൊടുത്താലോ? 0 മുതൽ 9 വരെയുള്ള ഓപ്ഷൻ കൊടുത്തോ? 10 ഓപ്ഷൻ ഇതാ തരുന്നു. പറയൂ. ആരും ടൈപ്പ് ചെയ്തില്ലല്ലോ ധ്യാന, അല്ലേ? ഇല്ല, അവിടെ കൊടുങ്ങി. ശരി, നമുക്ക് 243നെ 3 എത്ര എഴുതാം ധ്യാന? 5. 3/5 all raised to 2/5. 2/5. നിങ്ങൾക്കറിയാലോ 3/5നെ ഗുണിക്കണം 2/5. അതല്ലേ A/m all raised to n. m into n. ഞാൻ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് കുട്ടികൾ ബഹളം വെക്കുന്നു. ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യം, ആരാണോ മൈക്ക് ഓൺ ചെയ്ത് വെറുതെ പിടിക്കുന്നത് അവരെ ഒന്ന് മ്യൂട്ട് ചെയ്യുക, എന്നിട്ട് കേട്ടിക്കില്ല റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ 3/5 all raised to 2/5 എന്ന് പറഞ്ഞാൽ 3/5 into 2/5 ആണ്. ഇവിടെ 3/5 കിട്ടിയത് 241 ഇങ്ങനെ ചെയ്തതാണ്. ഈ 5 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത് 3/2 മാത്രമാണ്.
അതിന്റെ ഉത്തരം 9 അത് ശരിയുമാണ്. മനസ്സിലായോ? അപ്പൊ കാണുമ്പോൾ ഉണ്ടാവുന്ന പേടി ചെയ്തപ്പോ ഉണ്ടോ? ഇല്ല. 16:3/2 ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ മോളെ? 2 രീതിയിൽ ആ 64 ആൻസർ ശരിയാണ്. 64 ആൻസർ ശരിയാണ്. നമുക്ക് 16/4/2 എഴുതാം. all raised to 3/2 എന്ന് എഴുതാം. 4/2 × 3/2 ആണത്. 4/3 ആണ്. അത് 64 അങ്ങനെ ചെയ്യാം, തിരിച്ചും ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യെസ് ഓർ നോ? ആ, ക്ലിയർ ആയിട്ടുണ്ട്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ തരികയാണ്, നോക്കാം. യെസ് ഓർ നോ? 56 സ്ക്വയറിൽ നിന്ന് 51 സ്ക്വയർ ഞാൻ കുറച്ചപ്പോൾ 5x കിട്ടിയെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഓപ്ഷൻ വേണോ? മറ്റ് കുട്ടികൾ എന്ത് പറയുന്നു? ഓപ്ഷൻ വേണോ? തരൂല. ഓപ്ഷൻ തരൂല. ഓപ്ഷൻ തന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് തന്നൂടാത്ത. ശ്രമിച്ചു നോക്കാം. 5 ഉണ്ട്, 6 ഉണ്ട്, 1 ഉണ്ട്, 107 ഉണ്ട്. ഞാൻ ആൻസർ കിട്ടിയ 107 ആണ് ശരി. 107 ആണ് ശരി. അതെങ്ങനെയാ കിട്ടിയത്? എന്താണ് പേര്? ആരാണ്? ഹരിനന്ദാണ്. ഓ, ഹരിനന്ദിന്റെ സൗണ്ട് കേൾക്കാത്ത കുറെ നേരമായി, അതുകൊണ്ടാണ്. എവിടെ പോയി? ഓ, ഹരിനന്ദ, a+b × a-b is equal to a² - b² അല്ലേ? അപ്പൊ 56 സ്ക്വയർ 51 സ്ക്വയർ എന്നത് നമുക്ക് ഇങ്ങനെ പിരിച്ചെഴുതാം. എങ്ങനെ പിരിച്ചെഴുതാം? 56 + 51 × 56 - 51 അല്ലേ? അങ്ങനെയല്ലേ എഴുതേണ്ടത്? ശരി. അങ്ങനെ എഴുതിയപ്പോൾ ഈ 56 + 51 107 ആണ് അല്ലേ? ഇൻറ്റു 56 ന്ന് 51 കുറച്ചാൽ 5 അല്ലേ? അതാണല്ലോ ഇവിടെ പറയുന്ന 5x അല്ലേ? 5 × x അല്ലേ 5x? 107 × 5 = 5 × x എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം ഇവിടെ എക്സിന്റെ വില എത്രയാണെന്ന്? 107 ആയിരിക്കും. ഞാനായി പറഞ്ഞത് മനസ്സിലായി? ഒന്ന് പറഞ്ഞു. എക്സിന്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. അതായത് a + b ab എന്നാണ് ഫോർമുല. a + b × a
ഇത് 107 into 5 ആ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5x ആണ്. അപ്പൊ നമുക്ക് ഈ x 107 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 107 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ 5നെ 107 കൊണ്ട് ഗുണിക്കുന്നു. അത്രയും പ്രശ്നമൊന്നുമില്ല. ശരി, അത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഇനി ഫ്രാക്ഷൻ എന്നൊരു ചോദ്യം ചോദിക്കും. ഇനിയുള്ള ചോദ്യങ്ങൾ പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഫ്രാക്ഷൻ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. അത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഇവിടെ 2015 ചോദ്യം 1/3 1/2 ഇടയിൽ അല്ലാത്ത, ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ ഏതാണ്? ഇടയിലല്ലാത്ത ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഏതാണ്? ഇതിന്റെ രണ്ടിന്റെയും മിഡില് വരാത്ത ഇംഗ്ലീഷല്ലേ പറയുന്ന ഫ്രാക്ഷൻ. ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ വരാത്ത ഫ്രാക്ഷൻ ഏത് എന്ന് അതുപോലെ ഇംഗ്ലീഷ്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 2/5 ആണോ? ഓപ്ഷൻ ബി 4/7 ആണോ? ഓപ്ഷൻ സി 3/8 ആണോ? ഓപ്ഷൻ ഡി 3/7 ആണോ? നിങ്ങൾ തീരുമാനിക്കുക. ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ വരാത്ത ഫ്രാക്ഷൻ ഇതിലേതാണ് എന്നാണ് ചോദ്യം. ഭിന്നസംഖ്യ ഏതാണ്? ധ്യാന ഏതാണ്? 4/7 ശരിയാണ്. കാരണം നമുക്ക് 1/2 എന്ന് പറയാൻ അരയാണ്. അര, പകുതി. ഇവിടെ അരയേക്കാൾ കൂടുതലുള്ള ഒരാളെ പിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഇവിടെ തന്നെ നോക്കി പറഞ്ഞുതരാൻ. ഈ ആദ്യത്തതിന്റെ ഡിനോമിനേറ്റർ എത്രയാണ് ധ്യാന? 5. ആ 5ന്റെ ഹാഫ് എത്രയാണ്? 2.5. ഈ 2.5 കുറവാണ് ഈ ആള്, മേലുള്ള ആള് 2. അപ്പൊ ഈ 2.5 കുറവാണ് 2. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ വരും. കാരണം അരയിനേക്കാൾ താഴെയാണ് ഈ സംഖ്യ. രണ്ടാമത്തത് ഡിനോമിനേറ്റർ 7 ആണ്. 7ന്റെ പകുതി എത്രയാണ്? 3.5. ആ 3.5 കൂടുതലാണ് 4. അതുകൊണ്ട് ഇതാണ് അരയേക്കാൾ കൂടുതലുള്ളത്. ഞാനത് തെളിയിച്ചു തരാം. അരയേക്കാൾ കൂടുതലാണെന്ന്. കാരണം നിങ്ങളെ ഇവിടെ ഒരേപോലെയുള്ള 2 കേക്ക് വാങ്ങി. ആ കേക്കിനെ നിങ്ങൾ 2 തുല്യ ഭാഗമാക്കി അര. ഇതിനെ നിങ്ങൾ 7 ഭാഗമാക്കിയിട്ട് 4 ഭാഗം ഷെയ്ഡ് ചെയ്ത് നോക്കൂ. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കാണും. അപ്പൊ ഇതൊക്കെ ചിത്രം വരച്ചോണ്ട് ഇപ്പൊ 2/5 ഇതെല്ലാം ഒരേപോലെ ഒരു കേക്ക് അങ്ങ് വരച്ചാൽ മതി. നിങ്ങൾക്ക് ചിത്രം വെച്ച് കറക്റ്റ് ക്ലിയർ ആവും. ഇതിനൊക്കെ 5 തുല്യ ഭാഗമാക്കിയിട്ട് 2 ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇത് 7 ഭാഗമാക്കിയിട്ട് 4 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അതിലേതാണ് അരയേക്കാൾ കൂടുതൽ നോക്കിയാൽ മതി. അതിന്റെ എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞത്. ഡിനോമിനേറ്ററിന്റെ പകുതിയേക്കാൾ കൂടുതൽ വരുന്നു, 3.5 കൂടുതൽ ന്യൂമറേറ്റർ വരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇടയിലല്ലാത്ത സംഖ്യ. ശരിക്കും ചോദ്യം ശ്രദ്ധിക്കണം. ഇടയിൽ വരുന്നതെന്ന് ചോദിക്കാം, ഇടയിലല്ലാത്തതെന്ന് ചോദിക്കാം. ഇനി മൂന്നാമത്തെ കഥ എന്താണ് ധ്യാന? 8ന്റെ പകുതി എത്രയാണ്? 4 കുറവല്ലേ 3? അതല്ല. അപ്പൊ 7ന്റെ പകുതി 3.5 കുറവാണ്. അപ്പൊ ഈ കാര്യമാണ് ഇവിടെ യോജിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്, 4/7 ആണ്. ഇത് മറ്റു കുട്ടികൾക്ക് മനസ്സിലായോ ആവോ എനിക്കറിയില്ല. മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പോ ഫ്രാക്ഷൻ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഫ്രാക്ഷൻ എങ്ങനെയും ചോദിക്കാം. 1/1 മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ചോദ്യം മുമ്പ് കൊടുത്തിരുന്നു. 1/1 × 2 +1/2 × 3 ആ രീതിയിൽ 1/9 × 10 വരെയുള്ള ചോദ്യം നിങ്ങൾക്ക് തന്നത് ഓർക്കുന്നുണ്ടോ?
ഇല്ലേ? ഓർക്കുന്നില്ലേ? ഉണ്ട്. ഉണ്ട്. അപ്പം അത്തരം ചോദ്യങ്ങളൊക്കെ വരും എന്ന് ഓർമ്മിക്കുകയാണ്. ഇതാ അടുത്ത ചോദ്യം. 8⁻³ ഇൻറ്റു 8⁻5 is equal to 1/4n. Find the value of n. ഞാൻ ഓപ്ഷൻ വേണ 8, 9, 12, 15. ഈ ഓപ്ഷൻ ഞാൻ തരാൻ കാരണം കുറേ ആവശ്യമില്ലാത്ത ഉത്തരമൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി. ഞാൻ ഉത്തരം കിട്ടിയ നമ്മൾ നോക്കുക, ഒന്ന് കറക്കി കുത്തി വെക്കുക അല്ലേ. 15 വരെ നമ്മൾ വെറുതെ എണ്ണി വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ആ ഇതാണല്ലോ ശരി. ഞാൻ ഇങ്ങനെയാ കിട്ടുന്നത് 12. നമ്മൾ ചെയ്ത് നോക്കുക ശരിയാണോ? ആ ഈ 8⁻³ എന്നത് നിങ്ങൾ ഇങ്ങനെ എഴുതണം. 1/8⁻³ എന്ന് എഴുതണം. ഇൻറ്റു ഇത് 1/8⁵ എന്നും എഴുതാം. ഈസ് ഈക്വൽ ടു 1/4n. അതുവരെ മനസ്സിലായോ? യെസ്. ഇനി 1/8⁵ എന്നത് 8നെ നമുക്ക് 2⁵3 എന്ന് എഴുതാമെന്ന് തോന്നുന്നു. all⁵3 into 1/2⁵3 all⁵5 is equal to 1/2⁵2 all⁵n. അത് മനസ്സിലായോ? മനസ്സിലായി. ഇനി കഴിഞ്ഞില്ലേ? ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇവിടെ 1/2⁵3 into 3 9 ആണ്. ഇൻറ്റു 1/2⁵3 into 5 15 ആണ്. അത് മനസ്സിലായോ? ഈസ് ഈക്വൽ ടു 1/2 into n 2⁵n മാണ്. അത് മനസ്സിലായോ? യെസ്. ഇനി 1,50,600 ഇതിനെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക. ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? ഓപ്ഷനിൽ വരുന്നത് 3, 10, 15, 21 എന്നാണ്. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഹരിനന്ദ് കേൾക്കാമോ? ഹരിനന്ദ് കേൾക്കാമോ? ഹരിനന്ദ് നേരത്തെ 2⁻24/2 വരണ്ടേ അവിടെ? അതെവിടെയാ 2 നമ്മളോട് വിട്ടുപോയത്? അതെ, ഞാൻ ചോദിക്കുന്നത് n is equal to 12 അല്ലേ ഉത്തരം? എങ്ങനെയാണ് ആ 2 വിട്ടുപോയത്? 2n is equal to ഇങ്ങനെയല്ല വരുന്നത്. 2n is equal to 24 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണോ? 2⁻24. ആ പിന്നെ
അപ്പൊ അങ്ങനെയാണെങ്കിൽ 12 ആണ് ആൻസർ വരേണ്ടത് അല്ലേ? നമുക്ക് ലാസ്റ്റിൽ ആ ചോദ്യം ഒന്നുകൂടി എടുക്കാം കേട്ടോ. ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം, ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ശരി, എവിടെയോ ഒരു ചെറിയ പ്രശ്നം പറ്റിയതാണ്. ശരി, ഇത് നോക്കാം നമുക്ക്. 75,600 ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി 75,600 ഈ 2 സീറോനെ നിങ്ങൾ തൽക്കാലം മറന്നേക്കും. കാരണം സ്ക്വയർ നമ്പറിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ ഒരു 0 വരുന്നല്ലോ. നിങ്ങൾ 756 ഫാക്ടറൈസ് ചെയ്താൽ മതി. ഹരിതന്റെ ഏത് സംഖ്യ കൊണ്ട് ചുരുക്കാൻ പറ്റും? 2 കൊണ്ട്. 2 കൊണ്ട് ചുരുക്കിയാൽ 378 കിട്ടും. വീണ്ടും നമ്മൾ 2 കൊണ്ട് തന്നെ ചുരുക്കുന്നു. എത്ര കിട്ടും? 189 കിട്ടില്ലേ? കിട്ടും. 189 നമുക്ക് ഹരിക്കാൻ പറ്റുന്ന പ്രൈം നമ്പർ 3 ആണ്. 3 കൊണ്ട് ചുരുക്കാൻ നമുക്ക് 63 കിട്ടില്ലേ? കിട്ടും. 63 വീണ്ടും 3 കൊണ്ട് ചുരുക്കി എത്ര കിട്ടും? 21 കിട്ടും. 21 3 കൊണ്ട് ചുരുക്കി 7 കിട്ടി. ഇത് ശരിയാണോ ധ്യാന? യെസ്. അപ്പൊ 2 × 2 × 3 × 3 × 3 × 7 ആണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന 786. ധ്യാന, ഇവിടെ ജോഡികളായത് ആരൊക്കെയാണ്? 2 2 3 3. ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? 7 × 3 എത്രയാണ്? 21. അപ്പൊ നമ്മുടെ ആൻസർ 21 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഗുണിച്ചാലും ഇതിനെ 21 കൊണ്ട് ഗുണിച്ചാലും ഇതിനെ 21 കൊണ്ട് ഹരിച്ചാലും നമുക്ക് കിട്ടുക ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്ന് തിരിച്ചറിയുക. അത് നമ്മുടെ ആബേൽ തന്ന ചോദ്യമാണ്. ആബേൽ ഇതിലുണ്ടോ? കുട്ടികള് ചോദ്യങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലിയർ ആയിട്ട് എഴുതി അയക്കണം. അല്ലെങ്കിൽ ചില ഗൈഡിലൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ തന്നെ തെറ്റുണ്ടാവും. അത് നോക്കി ചോദ്യം ക്ലിയർ ആണെങ്കിൽ മാത്രമേ അയക്കാവൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 63 കൊണ്ട് ഹരിതന്ത് കേൾക്കാമോ? ഹരിതന്ത് ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണേ. 63 കൊണ്ട് നിശേഷം ഹരിക്കാൻ എക്സാക്ട്ലി ഡിവിസിബിൾ, നിശേഷം ഹരിക്കാൻ കഴിയുന്ന എക്സാക്ട്ലി ഡിവിസിബിൾ ആയ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ഇതിലേത് സംഖ്യയാണ് നമുക്ക് 63 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത്? 1836, 36, 45, 36, അതുപോലെ 72, 36. ഈ 63 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏതോ ഒരു സംഖ്യ ഇതിലുണ്ട്. അത് ഏതാണ്? English. Which of the following is exactly divisible by 63? Or which of the following number is the multiple of 63? English അതുപോലെ ധ്യാന മതി. ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇംഗ്ലീഷ്. Which of the following number is exactly divisible with 63? അല്ലെങ്കിൽ which of the following number is a multiple of 63? 63. താഴെ കൊടുത്തതിൽ ഏതാണ് 63ന്റെ ഗുണിതം അല്ലെങ്കിൽ 61 നിശേഷം? ശരിയാണ്, നിങ്ങൾ ആൻസർ ചെയ്ത് ടൈപ്പ് ചെയ്ത് ശരിയാണ്. 45, 36 അത് ശരിയാണ്. ഈ 45, 36 കിട്ടിയത് എങ്ങനെയാണെന്ന് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതിൽ അറിയാമോ? അറിയാമോ? അറിയാമെങ്കിൽ പറയാം. അല്ലെ വെറുതെ ടൈപ്പ് ചെയ്താണോ? ആ, റിമൈൻഡർ
കിട്ടിയില്ലേ? അപ്പൊ അതായിരിക്കും ആൻസർ. ഓ ഓ ഓ. അങ്ങനെ അരിച്ചു നോക്കിയതാ. ശരി, ഇവിടെ ഹരിനന്ദ കേൾക്കാമോ? യെസ്. ഇവിടെ 45-36 നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നിങ്ങളോട് 99ന്റെ മൾട്ടിപ്പിൾ ചോദിച്ചാല്, ഇങ്ങനെ വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ഏത് എന്ന് ചോദിച്ചാൽ 6ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ എങ്ങനെയാ പരിശോധിക്കുക? ആ സംഖ്യയെ 3 കൊണ്ടും 2 കൊണ്ടും ഹരിക്കാൻ പറ്റും നോക്കും. ഇങ്ങനെയാണ് നമ്മൾ നോക്കിയത്. അതേപോലെ 63ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9ന്റെയും 7ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം ഈ സംഖ്യ. 9ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ നിങ്ങൾ കൂട്ടിയാൽ 9 കിട്ടിയാൽ മതി. ഇവിടെ 8 9 9 പാട്ട് 9ന്റെ മൾട്ടിപ്പിളോ 9 കിട്ടിയാൽ മതി. പക്ഷേ അതിന്റെ മുമ്പ് നിങ്ങൾ 7ന്റെ മൾട്ടിപ്പിൾ ഒന്നും പരിശോധിച്ചാൽ മതി. ഒരു സംഖ്യ 7ന്റെ, ഇപ്പൊ ഈ തെരഞ്ഞെടുത്ത സംഖ്യ നോക്കുക, 45-36 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അവസാനത്തെ അക്കമായ 6നെ റൗണ്ട് ചെയ്യുക. ഈ 6ന്റെ ഇരട്ടി എടുത്തിട്ട് ഈ 53ന്റെ ചോട്ടിൽ എഴുതുക, എന്നിട്ട് കുറയ്ക്കുക. അപ്പം ഇവിടെ നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 കിട്ടും, ഇവിടെ 4 കിട്ടും, ഇവിടെ 4 കിട്ടും. എന്നാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 441 നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയില്ലെങ്കിൽ 1നെ റൗണ്ട് ചെയ്യുക. 1ന്റെ ഡബിൾ എടുത്തിട്ട് ഈ 4ന്റെ ചോട്ടിൽ എഴുതുക. അപ്പൊ നമുക്ക് 42 കിട്ടും. 42 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് അറിയാം. അതും അറിയില്ലെങ്കിൽ 2നെ റൗണ്ട് ചെയ്യുക. 2ന്റെ ഇരട്ടി എടുത്തിട്ട് 4 എടുത്തിട്ട് ഇവിടെ എഴുതുക. 4ന്ന് 4 കുറയ്ക്കുന്നു, 0 കിട്ടുന്നു. അങ്ങനെ 0 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത്രയും ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം 9ന്റെ മൾട്ടിപ്പിൾ ആവും. കണ്ടോ, ഇതൊക്കെ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾ ആണ് അവർ കൊടുക്കുകയും ചെയ്തത്. നിങ്ങൾ പരിശോധിക്കേണ്ടത് തൊട്ടടുത്ത ആളെ 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പരിശോധിക്കലാണ്. അപ്പൊ ഇതൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇത് 4536 ഈ ക്രമത്തിൽ വരുമ്പോൾ ഒന്നുകിൽ 0 ലഭിക്കുന്നു, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ലഭിക്കുന്നു. ഹരിനന്ദ ഇത് മനസ്സിലായോ പറഞ്ഞത്? അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് 63 എന്നത് 7 into 9 ആണ്. അതായത് ഇതിനകത്ത് 9 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ പറ്റിയ സംഖ്യകൾ ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെല്ലാം 9 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. ഇനി 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുവാൻ വേണ്ടി അവസാനത്തെ സംഖ്യയുടെ സ്ക്വയർ അല്ല 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇരട്ടി എടുത്ത് സംഖ്യയിൽ നിന്ന് കുറച്ച് അവസാനം ഒരു 7ന്റെ സ്ക്വയറോ 7ന്റെ മൾട്ടിപ്പിളോ 0 കിട്ടിയാൽ നമുക്ക് അത് 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഉറപ്പിക്കാം. ഏതൊരു സംഖ്യക്ക് തന്നെ ചെയ്യേണ്ട 7ന്റെ മൾട്ടിപ്പിൾ അറിയാൻ വേണ്ടിയിട്ട് അവസാനത്തെ സംഖ്യ റൗണ്ട് ചെയ്യുക. ഈ രീതിയിൽ ഇങ്ങനെ കുറച്ച് പോയാൽ മതി കേട്ടോ. ശരി, അപ്പൊ ഇനി 99ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാൻ ഇങ്ങനെ തന്നെയാണ്. ഒരു സംഖ്യ 99ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾ അവിടെ നോക്കുന്നത് വേറെ തരത്തിലാണ്. 99നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 9 × 11 എഴുതുക. 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് ഏകദേശം കൊടുത്തിട്ടുണ്ടാവും. 11ന്റെ മൾട്ടിപ്പിൾ അറിയാൻ എന്താണ് ഹരിനന്ദ മാർഗം? ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ? 11ന്റെ മൾട്ടിപ്പിൾ അറിയാനുള്ള മാർഗം 1 ഇടവിട്ട് ചാടുക. 1 1ലേക്ക് ചാടി, പിന്നെ 5ലേക്ക് ചാടി. അപ്പൊ 1 1 2, 1 1 2 5 7. ഇനി ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആക്കാനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ 3 ആയി കൊടുത്താൽ മതി. അപ്പം 1 ഇടവിട്ട സംഖ്യകളുടെ തുക 1 1 5 7 ആണ്. ഈ 1 ഇടവിട്ട അടുത്ത സംഖ്യയാണ് 4 3, അതും 7 ആണ്. 7 7 കുറച്ചാൽ 0 ആണ്. അപ്പൊ 1 ഇടവിട്ട സംഖ്യകളുടെ വ്യത്യാസം, തുകയുടെ വ്യത്യാസം ഒന്നുകിൽ 0 വരിക, അല്ലെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആവുക. അതാണ് 11ന്റെ കണ്ടീഷൻ. അതിൽ ഓർത്ത് വെച്ചോളൂ. ഇനി നേരത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾക്ക് 2 ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾ ഈ യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ ചെയ്യുക. നേരത്തെ പറഞ്ഞതിൽ ഒരു 2 വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ആ ചോദ്യം നോക്കാം അല്ലേ?
8⁻³ ഇൻറ്റു 8⁻5 ഈസ് ഈക്വൽ ടു 1/4n എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി വെച്ച് തുടങ്ങിയമല്ലോ. 1/2⁵ all⁵3 എന്ന് എഴുതാലോ, ഇൻറ്റു 1/2⁵ all⁵5 എന്ന് എഴുതാലോ. ശരിയല്ലേ? 1/2⁵2 all⁵n എന്നും എഴുതാം. അവിടെ ഈ 2n എന്നുള്ളത് 2 വിട്ടുപോയതാണ്, അത് പറ്റിയത് നേരത്തെ. ഇവിടെ ഈ 2 എന്നുള്ള ഈ 2 നമ്മളോട് വിട്ടുപോയി. ധ്യാനം മനസ്സിലായത്? 1/2⁹ ഇൻറ്റു 1/2⁵3 × 5 15 അത് കിട്ടി ഈസ് ഈക്വൽ ടു 1/2⁵2n. ആ 2n എന്നുള്ളത് നമ്മൾ നേരത്തെ 2 എടുത്ത് എഴുതാൻ വിട്ടുപോയതാണ്, പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി 1/9 15 24 1/2⁴24 1/2⁴24 is equal to 1/2⁴2n എന്നുണ്ട് അല്ലേ? ഹരിനന്ദ് പോയോ? ആ, ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 2⁻2n എന്ന് വരും. അപ്പൊ നമ്മളത് നേരത്തെ പറഞ്ഞതിൽ 2n എന്നുള്ള 2n വിട്ടുപോയി, നമ്മളുടെ n മാത്രമായി പോയി, അതാ പറ്റിയത്. ഈസ് ഈക്വൽ ടു 1/, പറയൂ, 2⁻2n. ഇതിപ്പോ ഇങ്ങോട്ട് വരുമ്പോ 2⁻24 എന്ന് കിട്ടും. അവിടെയാണ് 2n ഈസ് ഈക്വൽ ടു 24 എന്ന് നമ്മൾ എഴുതുന്നത്. 2 × 2 കിട്ടിയിട്ട് n ഈസ് ഈക്വൽ ടു 24/2. അങ്ങനെയാണ് 12 കിട്ടുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? യെസ്, അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് 7⁻³ ഇൻറ്റു 7⁻5 എന്നാൽ നമ്മൾ 7⁻3നെ 1/2⁵3 എന്നാക്കും. 7⁻5നെ 1/2⁵5 എന്നാക്കുന്നു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2⁻2 whole⁻n എന്നാണ് കിട്ടുക. അപ്പോൾ 1/2⁵9 ഇൻറ്റു 1/2⁵15 എന്നാൽ 1/2⁵2n എന്ന് കിട്ടും. അപ്പോൾ ഇവയുടെ a⁻m+n എന്ന ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ സമ്മ് കാണുകയാണെങ്കിൽ 1/2⁴24 1/2n എന്ന് 1/2⁵2n എന്ന് കിട്ടും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2⁻2n ഈസ് ഈക്വൽ ടു 2⁻24 എന്ന് ലഭിക്കും. അപ്പോൾ 2⁻n ഈസ് ഈക്വൽ ടു 24, n ഈസ് ഈക്വൽ ടു 24/2 12. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഹോംവർക്കിലേക്ക് പോകാം. ആ ഹോംവർക്ക് എല്ലാവരും ഈ ക്ലാസ് യൂട്യൂബിൽ വരുന്ന സമയത്ത് തന്നെ ചെയ്യുക. ഇന്ന് തന്നെ യൂട്യൂബിൽ വരും, ശ്രദ്ധിക്കുക. ഹോംവർക്ക് ഇതാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ? പൂർണ്ണവർഗ സംഖ്യ ഏതാണ്? പെർഫെക്റ്റ് സ്ക്വയർ. ഇതിലേതാണ് പൂർണ്ണവർഗ സംഖ്യ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ. ഇപ്പം വേണ്ടേ ഉത്തരം? നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, മെസ്സേജ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട. യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് കമൻറ്റ് ചെയ്തോളൂ. യൂട്യൂബിലെ ചോദ്യം വരുന്ന സമയത്ത് ആ ചോദ്യങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക്, ആ കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ പുസ്തകം. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ ബി ഇതാണ്. ഞാൻ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു കൊടുക്കുമ്പോഴേ ഞാൻ പോയോ? ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു.
36. അടുത്ത ചോദ്യം 87 1/4 കൂടെ എത്ര കൂട്ടിയാലാണ് 100 കിട്ടുക? ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. 12.5, 12 1/4, 11.75, 12.75. രണ്ടാമത്തെ ചോദ്യം വെച്ചു. കൂടെ എത്ര കൂട്ടിയാലാണ് 100 കിട്ടുക? ഓപ്ഷൻസ് ആ 12.5, 12 1/4, 11 3/4, 12 3/4. മൂന്നാമത്തെ ചോദ്യം 8/60 ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസ് എത്രയാണ്? ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 8/60 ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസ് അത് വായിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മൈക്ക് ഓൺ ആണ്. അതിനെന്താ ചോദ്യം ഒന്ന് വായിച്ചോളൂ. 87 1/4 എത്ര കൂട്ടിയാലാണ് 100 കിട്ടുക? 12.5, 12.25, 11.75, 12.75. അടുത്ത ചോദ്യം. ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ഏത്? അടുത്തത് നോക്കിക്കോളൂ. 7/26 വരെയുണ്ട്. 23, 7/24, 7/25, 7/26. ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ what is the remainder? ഈ സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുക്കാം. 6 1 2 4, 6 1 2 4. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് തരുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എഴുതി അറിയിക്കുക. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ദിവസം നേരുന്നു. നാളത്തെ ഈ മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് തയ്യാറാവുക. 2022 23 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇത് ആ സംഘടനയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്തത്. ഇനിയും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്കറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ചോദ്യത്തിലോ ഏതെങ്കിലും ചോദ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.